മുഖ്യമന്ത്രിയും കൂട്ടരും കേരളത്തിൽ ബസ് ഇറക്കിയാല് അത് ആഡംബരം. രാഹുൽ ഗാന്ധിയും ടീമും മണിപ്പൂരിൽ ബസ് ഇറക്കിയാല് അത് ജനങ്ങൾ അറിയല്. നവകേരള ബസ് വേഴ്സസ് ഭാരത് ജോഡോ ന്യായയാത്ര ബസ്. കോൺഗ്രസ് നേതാക്കളുടെ നിരീക്ഷണം കേട്ടാല് നിങ്ങൾ ഞെട്ടും. രാഹുൽ ഗാന്ധി വീണ്ടും നടക്കുകയാണ് സുഹൃത്തുക്കളെ. നടക്കാണോ? അല്ലെങ്കിൽ വേണ്ട, യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. എന്തിനാ? രാജ്യത്തെ അറിയാൻ, രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ, മണിപ്പൂരിന്റെ വേദന അറിയാൻ. അല്ല, ഒരു മിനിറ്റ്, ഇതെന്താ ബസ്സിലൊരു യാത്ര? ഭാരത് ജോഡോ യാത്ര നടന്നിട്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നടന്നിട്ട് എന്തിനാ? കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ നടന്നപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ നിങ്ങൾ രാഹുൽജീനെ നൈസായിട്ട് ഒഴിവാക്കിയില്ലേ? അതുകൊണ്ട് ഇനി നടപ്പൊക്കെ കുറച്ചേ ഉള്ളൂ. ബസ് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. നവകേരള സദസ്സും നവകേരള ബസ്സൊക്കെ അവതരിപ്പിച്ചവരെ ഞങ്ങളുടെ രാഹുൽജിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ ബസ്സൊക്കെ ഒന്ന് കണ്ടിരിക്കണത് നല്ലതായിരിക്കും കേട്ടോ. ആർഭാടൊക്കെ നിങ്ങൾക്ക്, ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞൂടെ? യാത്ര തുടങ്ങുകയാണ്. ഈ ബസ് യാത്രയല്ല, ശരിക്ക് റോഡിലൂടെ ഓടുന്ന പ്ലെയിനാണ് ഇപ്പൊ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാരത് ജോഡോ ന്യായയാത്രയിലെ ബസ്സിന്റെ കാര്യമല്ല കേട്ടോ, നവകേരള ബസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. രാഹുൽജിയുടെ ബസ് പ്ലെയിൻ പോലെ ഒന്നുമല്ല, അതിലങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല. ഈ ബസ്സിന്റെ ഒരു പകുതി ഭാഗം മുഖ്യമന്ത്രിക്കുള്ള സ്പെഷ്യൽ ക്യാബിൻ. 20 മന്ത്രിമാരെ തിക്കി തിരക്കിയിരിക്കുക ഒരു ബസ്സിന്റെ പകുതി മുഖ്യമന്ത്രിക്ക് മുഴുവൻ. വായെടുത്ത സത്യം പറയൂ കൊച്ചു ഗള്ളൻ. മുരളീധരൻ പറഞ്ഞു കേട്ടില്ലേ? നവകേരള ബസിന്റെ പകുതി ഭാഗം മുഴുവനും മുഖ്യമന്ത്രിക്കുള്ള ക്യാബിനായിരുന്നു ഇത്രേ. പാവം മന്ത്രിമാര് എന്നിട്ട് ഞെങ്ങിഞ്ഞെരിഞ്ഞിരുന്നിട്ടല്ലേ യാത്ര ചെയ്തത്. ഹോ, സത്യാവസ്ഥ പുറത്തു പറയാൻ നമ്മുടെ മുരളീധരേട്ടനില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേനെ? മുരളീധരേട്ടൻ പറയണത് എത്ര സത്യാണല്ലേ, കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയണില്ല. പാവം മന്ത്രിമാര് ഒരു മാസം മുഴുവനും ഞെങ്ങിഞ്ഞെരിഞ്ഞ് ഇന്ന് പോയിട്ട് ശ്വാസം മുട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു കിടപ്പ് മുറി. ഇപ്പൊ പയ്യന്നൂർ വന്നു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് പയ്യങ്ങാടിയാണ്, മറ്റേ കല്യാശ്ശേരിയുടെ പോയിന്റ്. ഇവിടുന്ന് അവിടെ എത്തുന്ന ആ സമയം കൊണ്ട് എന്താ ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടോ ആർക്കെങ്കിലും? അല്ലാണ്ട് എന്തിനാണ് കിടപ്പ് മുറി ഈ ബസ്സിൻ്റെ അകത്ത്? കിടപ്പുമുറിയോ? നവകേരള ബസ്സിൽ ഇമ്പിളാരും കിടപ്പുമുറി കണ്ടിട്ടില്ലല്ലോ. മുരളീധരൻ ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ കാണാത്തത് കാണും, പറയാത്തത് പറയും. പിന്നെ പുള്ളി ലെജൻഡ് അല്ലേ. പിന്നെ അടുക്കള, ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചാൽ പിന്നെ അവിടെ എത്തിയിട്ട് ചായ കുടിച്ചാൽ പോരെ? അത്ര ദൂരല്ലേ ഉള്ളൂ. ഇത് നടന്ന് ഭക്ഷണം കഴിക്കില്ല ബസ് യാത്രയിൽ. പിന്നെ ശുചിമുറി, ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ. ഇത് അത്രയും ക്ഷമിച്ചിരിക്കാൻ വയ്യ. തിരുവനന്തപുരം ഭാഷയിൽ ഞാൻ നടന്നു പെടുക്കല ഈ ബസ് യാത്ര എന്ന് പറയും. ന്യാരകം, നിരീക്ഷണങ്ങളൊക്കെ അപാരം തന്നെ. നമുക്ക് ഭാരത് ജോഡോ ന്യായയാത്രയിലെ ബസ്സിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. നവകേരള ബസ് പോലെയൊന്നല്ല കേട്ടോ മക്കളെ ഈ ബസ്. ആർഭാടം തീരില്ല. ലിഫ്റ്റ് തൊട്ട് കോൺഫറൻസ് റൂം വരെ ഉണ്ട്, അത്രേ ഉള്ളൂ. മുരളീധരൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഹൈഡ്രോളിക് ലിഫ്റ്റിൽ മുഖ്യമന്ത്രി കയറുന്നു, ഇറങ്ങുന്നു. ഏത് ബെൻസ് പോലുള്ള ബസ്സിനെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? VIP ബസ്സോ ആഡംബര ബസ് എന്നല്ലാതെ പിന്നെ എന്ത് പറയാ? ആഡംബരം, അത് ആഡംബരം തന്നെ. പിന്നെ രാഹുൽജി യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സിൽ ആകെ ഉള്ളത് ലിഫ്റ്റ്, കോൺഫറൻസ് റൂം, സ്ക്രീന്, ശുചിമുറി, കിടക്ക, അങ്ങനെ ചെറിയ സൗകര്യങ്ങൾ മാത്രം. ഇത് ആഡംബരം ഒന്നല്ല. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ള ഒരു ബസ്, ശൗചാലയമുള്ള ഒരു ബസ്, പ്രത്യേകമായി മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ 2 സീറ്റുള്ള ഒരു സീറ്റ് മാറ്റി 1 സീറ്റ്, അതൊക്കെയാണ് ആഡംബര ബസ്. അത് തന്നെ. പിന്നെ ഞങ്ങളുടെ രാഹുൽജിയുടെ ബസ്സിലും ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നവകേരള ബസ്സിലെ പോലെ ചവിട്ടുപടിയിൽ താഴത്തേക്ക് എത്തുന്ന ലിഫ്റ്റ് അല്ല കേട്ടോ, മുകളിലേക്ക് വരുന്ന ലിഫ്റ്റാണ്. അതായത് ലിഫ്റ്റ് ഇങ്ങനെ ഉയർന്നു പൊന്തിയാൽ ബസ്സിന്റെ മുകളിൽ നിന്നിട്ട് രാഹുൽജിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാം. അത് പോരാഞ്ഞിട്ട് കോൺഫറൻസ് റൂമിലെ സംവാദ ദൃശ്യങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ പറ്റും കേട്ടോ. ലൈവ് വിഷ്വൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിന്റെ പുറത്ത് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ. ഇതൊന്നും ആഡംബരമല്ല കേട്ടോ. ഹസൻജി ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? 1 കോടി രൂപയിലധികം വരുന്ന ബെൻസ് വണ്ടി ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന ഈ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ കൊഞ്ഞനം കാട്ടുക എന്ന് പറയും മലബാറിൽ. കൊഞ്ഞനം കാട്ടുക, ഇളിച്ചു കാട്ടുക ഒരു നടപടിയാണ്. അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനതയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇത്തരം ധൂർത്ത് അവസാനിപ്പിക്കാൻ ഇതോടുകൂടിയെങ്കിലും
മുഖ്യമന്ത്രിക്ക് സാധിക്കണം. മുഖ്യമന്ത്രി വോൾവോ ബസ്സിൽ കയറിയിട്ട് ആളുകളെ കൊഞ്ഞനം കുത്തുന്നു. ഞങ്ങളുടെ രാഹുൽജി വോൾവോ ബസ്സിൽ കയറിയിട്ട് രാജ്യത്തെ അറിയുന്നു. അതാണ് വ്യത്യാസം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ആ വ്യത്യാസം ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ഒരു ഉല്ലാസയാത്രയാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും നാട് കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാലം നാട് കാണാനോ ജനങ്ങളെ കാണാനോ ജനങ്ങളുടെ ഒരു പരാതി പോലും വാങ്ങിക്കാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രി നടത്തുന്ന ഇതൊരു സ്റ്റണ്ടാണ്. ഇതൊന്നും കൊണ്ട് കേരളത്തിൽ LDFന് പാർലമെന്റിൽ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. 20 സീറ്റും UDF നേടും. വ്യത്യാസം തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ, മുഖ്യമന്ത്രിയും കൂട്ടരും യാത്ര നടത്തിയാൽ അത് ഉല്ലാസയാത്ര. രാഹുൽജി ആണെങ്കിൽ അത് സ്നേഹയാത്ര. ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കുള്ള BJPയുടെ സ്നേഹയാത്രയിലാട്ടാ ഇത് വേറെ. കുറച്ചു പേർക്ക് വേണമെങ്കിൽ സ്റ്റേജിൽ ഇരിക്കാം. ബാക്കിയുള്ള മന്ത്രിമാരുടെ ജോലി എന്താ? മുഖ്യമന്ത്രിയുടെ കൂടെ ഈ മ്യൂസിയത്തിൽ വെക്കാൻ പോണ ബസ്സിൽ യാത്ര ചെയ്യാം അല്ലേ? അതിൻ്റെ അപ്പുറത്തൊന്നുമില്ലല്ലോ. മന്ത്രിമാർക്ക് എന്താ റോൾ? ഞാൻ 2 ദിവസമായി ചോദിക്കുന്നു. മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. എല്ലാ ദിവസവും ഇപ്പം നിങ്ങളെ കാണുന്നുണ്ടല്ലോ. മന്ത്രിമാരുടെ ജോലി എന്താണ് ഈ യാത്രയിൽ? നവകേരള സദസ്സ് അവരെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അപ്പോഴേ സാധിച്ചേട്ടാ, നവകേരള ബസ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാം. അതുവഴി നമുക്ക് ഇങ്ങണ്ടാക്കാന്ന് നമ്മുടെ ബാലൻ സഖാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നവകേരള ബസ്സിനേക്കാൾ സൗകര്യമുള്ള ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ബസ്. അപ്പൊ അതെന്ത് ചെയ്യാനാ നിങ്ങളുടെ പ്ലാൻ? കാര്യങ്ങളൊക്കെ ഇത്രയും സ്ഥിതിക്ക് നമുക്ക് KC ചേട്ടനോട് അവസ്ഥ പറയാം. അപ്പോഴേ KC ചേട്ടാ, നവകേരള ബസ്സിനെതിരെ നമ്മുടെ നേതാക്കള് ആഞ്ഞടിച്ചതല്ലേ? എന്നിട്ട് അതിനും വലിയ സൗകര്യങ്ങളുള്ള ബസ്സാണ് രാഹുൽജിക്കുള്ളത്. ഇതുപോലെ ആഡംബരം വേണമായിരുന്നു എന്ന് പലരും തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ നേതാവേ. ചിരിച്ചുകൊണ്ട് നിൽക്കാണ്ട് വല്ല ന്യായീകരണം പറയും. ഇത് 6500 കിലോമീറ്റർ യാത്രയാണ്. ഇതിനകത്ത് 5000-6000 പേർക്ക് ഇരിക്കാവുന്നൊരു പബ്ലിക് സിസ്റ്റം ഉണ്ട്. അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം MP രാജേഷിനെ അറിയാം, രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഒന്ന് നോക്കട്ടെ ഒന്ന് ഈ ലിഫ്റ്റ്. ഇത് സാധാരണക്കാരൻ്റെ പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്, മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ഇതൊക്കെ ബാലിശമായ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ. കോൺഗ്രസ് നേതാക്കൾക്ക് നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. നവകേരള ബസ് ആഡംബര വാഹനം തന്നെ. ഭാരത് ജോഡോ ന്യായ യാത്ര സ്നേഹവണ്ടിയും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിന്റെ ബാക്കിൽ നോക്കി നോക്ക്. സ്നേഹത്തിന്റെ കടാന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയേക്കുന്നത് കാണാം. നവകേരള ബസ്സിൽ അതില്ലല്ലോ. അതുകൊണ്ട് രാഹുൽജിയുടെ ബസ്സിന് വേണ്ടി ചെലവാക്കിയ കോടികൾ നിങ്ങൾ മറക്കണം. ഒക്കെ സ്നേഹത്തിന് വേണ്ടിയല്ലേ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ നിന്നാണല്ലോ പറയാറ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.